ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നക്കുടുന്ന് നല്ല ഉറക്കാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ ശല്യപ്പെടുത്താനൊന്നും പോയില്ല. ഞാൻ വേഗം പോയി ചായ കുടിക്കായിരുന്നെങ്കിൽ പിന്നെ അവരെ എണീറ്റ് പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി. ഞാൻ ഉദ്ദേശിച്ചതിന് സമാധാനത്തിൽ കഴിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് കേട്ടാ. എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ കഴിക്കണം. അപ്പൊ ഇത് രാവിലെ കടി എന്താ വെച്ചാല് ദോശയും ചമ്മന്തി ചട്നിയായിരുന്നു. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞാൻ അതാ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ വെക്കാൻ നോക്കാനിട്ട്. നമ്മളെല്ലാരും കൂടെ റേഷന്റെ ആൾക്കാരാണ് കേട്ടാ. ഓണം വിഷു അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വേവ് കൂടിയ അരി ഉണ്ടല്ലോ മറ്റേ കുറുക്ക അതൊക്കെ വെക്കാറുള്ളൂ. ചോറിന് അരി ഇട്ടപ്പോൾ തന്നെ അമ്പുടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കയ്യോടെ അങ്ങനെ വേഗം കുളിപ്പിക്കാൻ നോക്കി. ആൾക്ക് എണീറ്റ് പാടെ കുളിക്കുക പല്ലേക്കാന്നുള്ളതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഇപ്പൊ വലുതാവും തോറും മടിയനായ ഒരു പുത്രനായിക്കൊണ്ടിരിക്കുക. അമ്പുടിന്റെ കയ്യിലുള്ള കാറുണ്ടല്ലോ 24 മണിക്കൂർ അതായിട്ട് ആള് നടക്കുന്നത്. കളിക്കുമ്പോഴും കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇതായിട്ടാണ് നടക്കുന്നത്. ഇത് പല്ല് ക്ലിപ്പിടാൻ പോയപ്പോ അവിടുത്തെ ഡോക്ടർ കൊടുത്ത കാറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടി ഇത് പൊന്നു പോലെട്ടാ കൊണ്ടുനടക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ എന്താ പിരികം പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു. ആൾക്ക് ഇടയ്ക്ക് തോന്നാറുള്ളൂ ഇതിനൊക്കെ സമ്മതിച്ച് തരണം എന്നുള്ളത്. ഇന്നെന്തോ ആള് സമ്മതിച്ചെന്നതുകൊണ്ട് ഞാൻ വേഗം എഴുതി കൊടുത്തിട്ട് അല്ലെങ്കിൽ എപ്പോഴാ മനസ്സ് മാറാന്ന് പറയാൻ പറ്റില്ല. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറയണ പോലെ തന്നെയാണ് കേട്ടോ. അവർ എപ്പോഴും ഒറ്റയ്ക്ക് വാരി കഴിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഇരുന്ന് തുടങ്ങിയ പ്രായത്തിൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേശ്ശെ പൊട്ടിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പ്ലേറ്റിലൊക്കെ. അപ്പൊ അതിങ്ങനെ പറക്കി കഴിച്ചിട്ടാ തോന്നുന്നുണ്ട് ആൾക്ക് ഇപ്പൊ ഞാൻ വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അധികം വാരി കൊടുത്തിട്ടില്ല കേട്ടോ ഇവന്. നേരെ മറിച്ച് അക്കുടിനാണെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വാരി കൊടുക്കണം. ടേബിളിൽ നിന്ന് കഴിച്ചിട്ട് ആൾ കാരണം ഉമ്മർത്ത് വന്നിരുന്ന് കഴിക്കണമെന്നുണ്ട്. അപ്പൊ പിന്നെ ഉമ്മർത്ത് വന്നിരുന്ന് ഞങ്ങൾ രണ്ടുപേര് ഓരോന്ന് സുള്ളിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനിട്ടാ. ഇന്നാണെങ്കിൽ 2 ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ല വെയിലായിരുന്നു കേട്ടോ. ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അമ്മുടിന് ചായ കൊടുത്ത് സെറ്റാക്കി ഒരു ഭാഗത്താക്കി. അപ്പൊ അക്കൂട് ഇവിടെ തെറ്റിയിരിക്കാണ് കേട്ടോ. ഞാൻ ചായയുടെ കടി വാരി കൊടുക്കാനുള്ള അടവാണ്. എന്നാൽ നീ ഇവിടെ ഇരിക്കും പറഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയ്ക്ക് വിട്ടിട്ട് നമ്മൾ ചോറിന് അരിയിട്ടുണ്ടായിരുന്നില്ല. അത് പോയി നോക്കണ്ടേ, അത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ചോറ് ഇറക്കിച്ചു. എന്നിട്ട് ഞാൻ മോരുകറിയിട്ടാണ് വെക്കുന്നത്. അപ്പൊ മോരുകറിക്ക് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വന്ന് നോക്കിയപ്പോഴത്തേനും ആള് ഇതാ ഒറ്റയ്ക്ക് വാരി കഴിക്കൽ തുടങ്ങിയിട്ടാ. ഇത് കണ്ട് സംതൃപ്തി അടങ്ങി ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ വിട്ടു. കുമ്പളങ്ങ ഇട്ടിട്ടാ മോരുകറി വെക്കുന്നത്. ഈ ആഴ്ച 2ാമത്തെ മോരുകറി ഇട്ടത്. നമ്മളിവിടെ അങ്ങനെ പച്ചക്കറി ഒന്നും വെക്കാത്ത ആൾക്കാരാണ് കേട്ടോ. കാരണം ഇവിടെ എല്ലാവർക്കും കൂടുതലും നോൺ വെജ് ആണ് ഇഷ്ടം. ഭാഗ്യവശാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മീൻകാരൊന്നും വരാറില്ല. വരുന്ന മീൻകാര കയ്യിലാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ്. ഇന്നലെ എന്റെ അനിയൻ പുറത്ത് പോയി വന്നപ്പോ 4 പരൽമീനെ കൊടുന്നിട്ടാ. പുഴമീനാണ്. ഇതിനവൻ പറഞ്ഞത് സ്രാവിന്റെ വിലയായിരുന്നു. ആ 4 കുരുകുന നുറുക്കി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഫിഷ് മസാല ഒക്കെ ചേർത്ത് മസാല ഒക്കെ പരട്ടി കണ്ട് മാറ്റി വെച്ചു. അപ്പൊ നമ്മുടെ മീനിൽ മസാല ഒക്കെ പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ വേവിക്കാൻ അടുപ്പത്ത് വെക്കാം. കുമ്പളങ്ങ വേവാൻ പിന്നെ അധികം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ നേരം കൊണ്ട് വേഗം തേങ്ങ അരച്ച് വെക്കാട്ടെ. നമ്മൾ മോരുകറിക്കുള്ളത് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. നിങ്ങൾ എങ്ങനെ മോരുകറി വെക്കണമെന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇതുപോലെയാണ് വെക്കാറ്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ മോരുകറിക്ക്. അക്കൂട് കഴിച്ച ഭാഗത്ത് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അപ്പൊ തന്നെ ഞാൻ വേഗം തുടച്ചെടുത്തു. പിന്നെ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നുണ്ട്. അതൊക്കെ അപ്പൊ തന്നെ കഴുകിയെടുത്തു. ഇതിന് കൂട്ടിയിട്ടാ പിന്നെ കഴുകാൻ ഭയങ്കര മടിയിരിക്കും. നേരെ മറിച്ച് അപ്പുള്ള പാത്രം അപ്പണ്ട് കഴുകി വെച്ചാല് അപ്പ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പണ്ട് ചെയ്ത് വെച്ചാല് അതൊക്കെ തീരും. ഞാനും അനീഷേട്ടനും കൂടിയിട്ട് ഏറ്റു കൊണ്ടുപോകുന്നത് ബെഡാണ് കേട്ടോ. ചേട്ടന്റെ